നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. തിയേറ്റർ ഉടമകൾ നേരിട്ട് സിനിമ വിതരണത്തിന് എത്തിക്കുന്നു എന്ന വാർത്ത. അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നു. തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റ് ഭാരവാഹികളും ചേർന്നുകൊണ്ടൊരു യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നു. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നടപ്പിലായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ അവർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ആദ്യം ഫിയോക്കിൻ്റെ ചെയർമാൻ്റെ സിനിമ എന്ന് വെച്ചാൽ ദിലീപിൻ്റെ സിനിമ ആണ് റിലീസിന് ആദ്യം ഒരുങ്ങുന്നത്. പവി കെയർ ടേക്കർ എന്ന സിനിമ ഇറങ്ങുന്നു. സംവിധാനം വിനീത് കുമാറാണ്. ദിലീപാണ് അതിനകത്ത് നിർമ്മാണം കമ്പനിയായിരിക്കുന്നത്. ദിലീപാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവിടെ ദിലീപിൻ്റെ സിനിമയാണ് ഇവർ ആദ്യം തിയേറ്റർ ഉടമകളുടെ സംഘടന ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടന്നുകൊണ്ട് ആദ്യം വിതരണത്തിനെടുക്കുന്നത്. ഇവർ നേരിട്ട് തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു സിനിമ ഇതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അത് കൃത്യമാണ്. ഏപ്രിൽ 26-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് നിർമ്മാതാക്കളുടെ സംഘടന മെമ്പറാണ്, നിലവിലെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെ മെമ്പറാണ്, അതോടൊപ്പം തന്നെ തിയേറ്റർ സംഘടനയുടെ ചെയർമാനാണ്. ഈ വിതരണക്കാരുടെ സംഘടനയുമായി കുറച്ച് നാളുകളായി തിയേറ്റർ ഉടമകൾ നടക്കുന്ന പ്രശ്നത്തിന് വലിയ രീതിയിൽ ഉടലെടുത്ത സാഹചര്യത്തിലാണ് നേരിട്ട് ഒരു വിതരണം എന്ന നിലയിലേക്ക് ഇപ്പോൾ തിയേറ്റർ അസോസിയേഷൻ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. അത് നിർമ്മാതാക്കളെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മണിയമ്പിള്ള രാജു നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ സിനിമ ഇതേപോലെ തന്നെ തിയേറ്റർ ഉടമകൾ നേരിട്ട് വിതരണത്തിന് എടുത്ത് എന്ന വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത് മെയ് 2-ാം വാരത്തിൽ, 2 ആഴ്ചയ്ക്കുള്ളിൽ മെയ് 2-ാം വാരത്തിലാണ് റിലീസ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മാളികപ്പുറത്തിന് ശേഷം ദേവനന്ദയെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കുന്ന ഹൊറർ കോമഡി ഫാൻറ്റസി ചിത്രമാണിത്. ആ ചിത്രമാണ് ഇപ്പോൾ ഇവർ വിതരണത്തിന് എടുത്തിരിക്കുന്നത്. അതിൽ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. അത് റിലീസ് ചെയ്ത് കൊടുക്കുമെന്ന ഡിമാൻഡ് മാത്രമാണ് മുന്നോട്ട് വെച്ചത്. ബാക്കിയെല്ലാം ചെയ്യുന്നത് ഈ മണിയമ്പിള്ള രാജു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ദിലീപിൻ്റെ സിനിമയ്ക്ക് 5 കോടി രൂപ കളക്ഷൻ നേരത്തെ അഡ്വാൻസ് തുക നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് അനുസരിച്ച് തിയേറ്ററിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ഫിയോക്ക് എന്ന സംഘടന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഫിയോക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന നിലയിലേക്കുള്ള ഒരു ലോഗോ പ്രകാശനം ഈ വരുന്ന 18-ാം തീയതി കൊച്ചിയിലെ IMAയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് ദിലീപിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ്. അന്ന് തന്നെ ഇതിൻ്റെ ലോഗോ പ്രകാശനവും ഔദ്യോഗികമായ ഉദ്ഘാടനവും നടത്തുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 3 മേഖലയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ 3 മേഖലയായിട്ട് തിരിച്ചുകൊണ്ട്, ഒന്ന് ട്രാവങ്കൂർ, ഒന്ന് എറണാകുളം, ഒന്ന് മലബാർ, ഈ 3 മേഖലയിൽ 2 പേര് വെച്ച് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് തിയേറ്റർ ഉടമകളിൽ നിന്നും തിരഞ്ഞെടുത്ത 2 പേരെ വെച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 6 പേരെയാണ് ഇതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നിയന്ത്രണം നടത്തുന്നത് നിലവിലെ ഫിയോക്ക് സംഘടനയുടെ പ്രസിഡന്റ് വിജയകുമാറാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികളും സെക്രട്ടറിയും ട്രഷററും ഉൾപ്പെടെയുള്ള മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുമാണ് മറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ 2 ഓരോ മേഖലയിൽ ഈ 2 പേര് വെച്ചുള്ള ഇവർക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തിയേറ്ററിൽ കാര്യങ്ങൾ പറഞ്ഞ സമയങ്ങളിൽ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടോ, പറഞ്ഞ ഷോകൾ നൽകുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ വെച്ചിരുന്ന കഴിഞ്ഞ ഡിമാൻഡ്, കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ OTT റിലീസ് 42 ദിവസത്തും. ഇപ്പോൾ ഫിയോക്കിൻ്റെ കൈകളിൽ സിനിമ എത്തിക്കഴിഞ്ഞാൽ 42 ദിവസത്തിന് ശേഷം OTT നൽകാവുന്ന ഒരു നിബന്ധനയും നിർമ്മാതാക്കളുടെ മുമ്പിലേക്ക് വെക്കുമെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തീരുമാനമായിട്ട്, ചെറിയ പടങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കാൻ ഇവർ തയ്യാറാണ്. അത് ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ട ഷോകൾ നൽകാൻ ഇവർ തയ്യാറാണെന്ന് പറയുന്നു. അത് നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ മറ്റ് ഭാഷകൾ, അന്യഭാഷാ സിനിമകളും റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. നേരത്തെ തൊട്ട് ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വിഷയങ്ങളുണ്ടായപ്പോൾ അന്യഭാഷാ സിനിമകൾ നേരിട്ട് തിയേറ്റർ ഉടമകളെടുത്ത് റിലീസ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന വിവരവും നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ട്. എല്ലാ സംഘടനയ്ക്കും ഇപ്പോൾ ഫിയോക്ക് മാത്രമല്ല ഫെഡറേഷനും ഇവർ സിനിമ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റാർക്കൊക്കെ ഇവർ സിനിമ നൽകും, ആര് സിനിമ സമീപിച്ചാലും മറ്റ് സംഘടനയ്ക്ക് നൽകില്ല എന്നുള്ള തീരുമാനമില്ല. എല്ലാ സംഘടനയ്ക്കും സിനിമ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടന്ന യോഗത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു. ഇത് നിലവിലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന് വലിയ ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരില്ലാതെ സിനിമകൾ ഇപ്പോൾ 2 സിനിമകൾ ഇവരെടുത്തിരിക്കുന്നു. ആ സിനിമകൾക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരുമായിട്ട് യാതൊരു ബന്ധമില്ല. നേരിട്ട് തിയേറ്റർ ഉടമകളാണ് ഈ സിനിമ റിലീസിന് എത്തിക്കുന്നു എന്ന കാര്യമാണ്. ഇനി വരും നാളുകളിൽ ഇത്തരം സിനിമകൾ
ഈ സിനിമാ തിയേറ്റർ ഉടമകൾ തന്നെ ഇവരുടെ അസോസിയേഷൻ തന്നെ വിതരണത്തിന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇല്ലാതെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എത്രമാത്രം ഫലം കാണുമെന്നും കാത്തിരുന്ന് കാണണം. നിർമ്മാതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഫിയോക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് മറ്റുള്ള സംഘടനകൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.